മുത്തശ്ശി, എനിക്ക് സ്കൂളിൽ നിന്ന് സ്റ്റാർ കിട്ടി. അയ്യോ, അത് കൊള്ളാലോ. ഇതെല്ലാം സ്കൂളിൽ നിന്ന് കിട്ടിയതാണോ? അല്ല, ഇവിടെ വീട്ടിൽ തന്നെ എന്തോരം കളിപ്പാട്ടങ്ങളുണ്ട്. അതിവിടെ വെക്കാൻ തന്നെ സ്ഥലമില്ല. ഇനി ഇതെവിടെയാ മോളെ വെക്കുക? പോയി ചെന്ന് ഇക്കാര്യം നിന്റെ മുത്തശ്ശിയോട് തന്നെ പറഞ്ഞല്ലോ. സ്കൂളിൽ പഠിച്ചവർക്കല്ലേ ഇതൊക്കെ മനസ്സിലാകുള്ളൂ. മുത്തശ്ശി, ഇതൊന്നും കളിക്കാൻ വേണ്ടി കൊടുക്കുന്നതല്ല. സ്റ്റാറായിട്ട് ചിത്രം വരച്ചതിന് ഒരു എഞ്ചിനീയറുടെ വൈഫായിട്ട് നിനക്ക് ഇതൊന്നും അറിയാൻ പാടില്ലല്ലോ. ഓ, അങ്ങനെയാണോ? മുത്തശ്ശിയും ബുദ്ധു, മുത്തശ്ശനും ബുദ്ധു. ബുദ്ധു പ്ലസ് ബുദ്ധു ഈക്വൽ ടു ബുദ്ധു. എന്താ സിഹി, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചോണ്ടിരിക്കുമ്പോ എന്തൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെന്ന് അറിയാമോ മോക്ക്? സ്റ്റാറിന്റെ ചിത്രം വരച്ച സ്റ്റാർ കിട്ടുവോ? സ്റ്റാർ കിട്ടിയത് എന്റെ സ്കൂളിലെ സ്പീച്ച് കോമ്പറ്റീഷന് എന്റെ ഫേവറേറ്റ് ഹീറോയിനെ കുറിച്ച് സംസാരിച്ചേനാ. അങ്ങനെയാണോ? അത്ര നന്നായിട്ട് സംസാരിച്ചുവോ? എന്റെ കുട്ടി സാധാരണ കുട്ടിയാണോ? സംസാര റാണിയല്ലേ? അല്ല, നിന്റെ ഫേവറേറ്റ് ഹീറോ ആരാണെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. എന്റെ ഫേവറേറ്റ് ഹീറോ ആരാന്ന് ഗസ് ചെയ്യ്. ടിവിയിലൊക്കെ വരില്ലേ ചോട്ടാ ഭീം, അവനാണോ? അല്ല. പിന്നെ വേറെ ആരാ നിനക്കിഷ്ടം? എന്റെ ഫേവറേറ്റ് ഹീറോ എന്റെ സീതമ്മ. ചീത്ത ആൾക്കാര് വന്ന ഫൈറ്റ് ചെയ്യുന്നവരാ ഹീറോ. ബാഡ് പീപ്പിൾ വന്ന എന്റെ സീതമ്മ ഫൈറ്റ് ചെയ്ത് എന്നെ രക്ഷിക്കുമല്ലോ. അതുകൊണ്ടാ എന്റെ സീതമ്മ എന്റെ സൂപ്പർ ഹീറോ. അയ്യോ, എത്ര വലിയ ശബ്ദാ വന്നത്. എത്ര നന്നായിട്ടാ നീ പറഞ്ഞത്. സത്യമായിട്ടും നിന്റെ അമ്മ തന്നെയാ സൂപ്പർ ഹീറോ. ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്നത് കേട്ട് നിന്റെ ടീച്ചർ കണ്ണു വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ ഒഴിഞ്ഞിടണം. ഇവളെന്താ ഇവിടെ ചെയ്യുന്നത്? എന്റെ ദൈവമേ, ഞാനെങ്ങാൻ ഇവിടെ ഉണ്ടെന്ന് ഇവൾ അറിഞ്ഞാ തീർന്നു. സർ, എനിക്കിത് വേണ്ട പ്ലീസ്. സോറി സർ, എന്താണെങ്കിലും അതിന്റെ ആവശ്യമില്ല. സീത മാഡം, നിങ്ങൾ എന്തിനാ സോറി പറയുന്നത്? അതെ, സീത പറഞ്ഞതുകൊണ്ട് വെറുതെ വിടുന്നു. ഇല്ലെങ്കിൽ രുചി അറിഞ്ഞിട്ടേ പോകൂ. ഞാൻ എന്താണ് ഓർഡർ ചെയ്തത് അത് എടുത്തോണ്ട് വാ. ഓ ഓക്കെ സർ. സീത മാഡം, ഇരുന്നോളൂ. ഇൻഡീസന്റ് പീപ്പിൾ. ഒരു ഹോട്ടലിൽ വന്ന് എങ്ങനെയൊക്കെ പെരുമാറേണ്ടെന്ന് പോലും അറിയില്ല. കൾച്ചർലെസ്. റാം, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. വേണ്ട മേമ, ഞാൻ ഇത് കഴിച്ചോളാം. ഐ ആം ഡൺ. നീ തന്നെ എല്ലാം തീർത്താ അങ്ങനെ എനിക്കെന്താടാ? ശരിക്കും കഴിക്കോ? പിന്നല്ലാതെ. പാസ്തയേക്കാൾ ഇത് കൊള്ളാലോ. നിങ്ങൾ ട്രൈ ചെയ്യുന്നോ? നോ താങ്ക് യു. നോ താങ്ക് യു. അവള് വന്നാണല്ലേ? മുത്തശ്ശ, എനിക്ക് ലേറ്റ് ആവുന്നുണ്ട്. ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഞാൻ ഇറങ്ങാണ്. അപ്പു, ഇത്ര പെട്ടെന്ന്? മേമ, ഓഫീസിൽ ഒരു ഇമ്പോർട്ടന്റ് ജോലിയുണ്ട്. ബാക്ക് ടു ബാക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഐ ഹാവ് ടു ഗോ. ഐ ആം ഗോയിങ് ടു ബൗൺസ്. സീ യു ഗൈസ്. വെയിറ്റ് സർ, ആ ടേബിളിൽ ഇരിക്കുന്നവരുടെ ബില്ല് കൂടെ ഞങ്ങളുടെ ബില്ലിന്റെ കൂടെ ആഡ് ചെയ്തോളൂ. ഓക്കെ സർ. ഓഫീസിൽ എന്തോ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അതവന് പെട്ടെന്ന് ഇറങ്ങി പോവേണ്ടി വന്നത്. ഇറ്റ്സ് ഓക്കെ ഭാർഗവി. ജോലി ഉണ്ടെങ്കിൽ പോയല്ലേ പറ്റൂ. നോ നോ, വി അണ്ടർസ്റ്റാൻഡ്. അല്ല, നെക്സ്റ്റ് ടൈം അവൻ എപ്പോഴാ ഫ്രീ ആവാന്ന് അവനോട് ചോദിച്ചിട്ട് നിങ്ങളെ അറിയിക്കാം. നിങ്ങളപ്പോ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ മതി. ഇറ്റ്സ് ഓക്കെ ആൻറ്റി, നോ പ്രോബ്ലം.
ഇന്നിങ്സ് ഡിക്ലെയർ. പരിപ്പ് നല്ല രസമുണ്ട്, കൊള്ളാം. സർ, എന്റെ ഓഫീസിലെ ലഞ്ച് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. കറക്റ്റ് സമയത്ത് ഭക്ഷണവും കഴിഞ്ഞു അല്ലേ? സർ, അതല്ല, നിങ്ങൾക്ക് ബാങ്കുകാരന് പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞത്? ഒരു വട്ടം ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ. ചോദിക്കാലോ, അതിനിപ്പോ എന്താ? ഹലോ, ജനാർദ്ദൻ സർ, ഞാനാണ് അഡ്വക്കേറ്റ് പ്രതാപ്. എവിടെയുണ്ട്? ഓ, ഈസ് ഇറ്റ്? യാ ഐ കൻ അണ്ടർസ്റ്റാൻഡ്. പിന്നെ കാണാമെന്നോ? ബൈ. വരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു കളഞ്ഞു. അയ്യോ, അപ്പൊ സാറ് വരില്ലേ? എന്തോ ജോലിയുടെ ആവശ്യത്തിന് പോയതാ. വെറുതെ നമ്മുടെ സമയം വേസ്റ്റാക്കി കളഞ്ഞു. സീതാ മാഡം, ഐ എം റിയലി സോറി. സാർ എന്തിനാ സോറി പറയുന്നേ? പാവം, നിങ്ങളുടെ ജോലി വരെ മാറ്റിവെച്ച് വന്നതല്ലേ. ഞാൻ കാരണം നിങ്ങളും ബുദ്ധിമുട്ടി. അങ്ങനെ ഒന്നും ഇല്ല സീതാ മാഡം. ഐ എം ഓൾവേസ് ദേർ ടു ഹെൽപ്പ് യു. സാർ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ, ടൈം ആയിട്ടുണ്ട്. യാ ഷുവർ. സാർ, ബിൽ. കുഴപ്പമില്ല, ഐ വിൽ പേ. വെയിറ്റർ. സർ, ബിൽ. സർ, നിങ്ങളുടെ ബില്ല് പേ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. കണ്ടില്ലേ സീതാ മാഡം, ഈ RP ആരാണെന്ന് ഇവർക്ക് മനസ്സിലായി. സാർ, ഞാൻ ഇറങ്ങാണ്. താങ്ക് യു. വരൂ, ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം. ഇല്ല, വേണ്ട സർ, നിങ്ങൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയില്ലേ. ഇനിയും എന്തിനാ സർ വെറുതെ? താങ്ക് യു സർ, ബൈ. ഹേയ് സീത, നിങ്ങൾ എവിടെയാണ്? നേരത്തെ എന്നെ ഡ്രോപ്പ് ചെയ്തില്ലേ? ആ സ്ഥലത്തേക്ക് വാ. ഓക്കെ. റാം, നീ എന്താ ഇവിടെ? ഹായ്. ഓഫീസ് അവേഴ്സിൽ നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അതോ, നമ്മുടെ ബോസ് ഈ ഹോട്ടലിലേക്ക് വന്നിരുന്നു. ഒരു ഫയലിന് അർജന്റ് സിഗ്നേച്ചർ വേണമായിരുന്നു, അത് വാങ്ങാൻ വേണ്ടി ഞാൻ വന്നാ. എന്നിട്ട് ഫയൽ എവിടെ? അത് ബോസ് തന്നെ സൈൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് തന്നെ കൊടുത്തു. അതുപോട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഓഫീസ് ടൈമിൽ നീ എന്താ ഇവിടെ കറങ്ങി നടക്കുന്നത്? അയ്യോ, ഓക്കെ. മാറി നിൽക്കേ, കാറ് വരുന്നു. Are you really okay? സീതാ മാഡം, നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞ് ഓടി വന്നല്ലേ. ഞാൻ ഓഫീസിന്റെ ഭാഗത്തേക്കാ പോകുന്നത്. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട വേണ്ട, സാരമില്ല, ഞാൻ ഇവന്റെ കൂടെ പൊക്കോളാം. ഇവൻ എന്റെ കൊളീഗ്. ഹായ്, ഐ എം റാം. പ്രതാപ്, രുദ്രപ്രതാപ്. നിങ്ങൾ രണ്ടുപേരും ഒരു ഓഫീസിലാണ്? ഞങ്ങളുടെ ബോസ് സൂര്യപ്രകാശ് ദേശായി സാർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അടുത്ത് കുറെ നാളായിട്ട് ജോലി ചെയ്യുന്ന ആളാ. ഞങ്ങളുടെ ഓഫീസിലേക്ക് ഈ ഇടയ്ക്കാ ജോയിൻ ആയത്. എനിവേസ്, നൈസ് മീറ്റിംഗ് യു. വിത്ത് പ്ലഷർ. ദിസ് ഇസ് മൈ കാർഡ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. ഷോ, ഐ വിൽ. ശരി, നമുക്കെങ്കില് പോയാലോ? ശരി, ഞങ്ങൾ പോവാ. ഹലോ. നിന്റെ ടെവിയെ ഞാൻ കാണുന്നത്. ഡു വീഡിയോ കോൾ. സ്കൂളിൽ നിന്ന് വന്നോ? ജസ്റ്റ് ഇപ്പൊ ഫ്രീ ആയതേ ഉള്ളൂ, നിനക്ക് ഫോൺ ചെയ്തു. സീതമ്മ, എന്റെ സ്കൂളിലുള്ള എല്ലാരും ടോം ആൻഡ് ജെറിയാ. നിന്റെ രാജമാ മസാല ഫുൾ സൂപ്പർ. ഫുൾ ബോക്സ് കാലിയാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? നീ ഭക്ഷണം കഴിച്ചോ? എവിടെയാ നീ ഉള്ളത്? ഓഫീസിലെല്ലാം തോന്നുന്നല്ലോ. എനിക്ക് കുറച്ച് ജോലിയായിട്ട് ഞാൻ പുറത്തേക്ക് വന്നതാ മോളെ. എവിടെ? അങ്ങോട്ട് തിരിക്ക്.
രണ്ടുപേരും എവിടെയുള്ളത്? പുറത്തൊരു ജോലി ഉണ്ടായിരുന്നു, അതിനാ. സ്വിമ്മിംഗ് പൂൾ. രണ്ടുപേരും എന്നെ കൂട്ടാ സ്വിം ചെയ്യാൻ പോയതാണോ? സീതമ്മ, നീ എന്നെ ഫുൾ ചീറ്റിംഗ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അന്ന് എന്നെ കൂട്ടാതെ ഹെലികോപ്റ്ററിൽ കയറിപ്പോയി ഇന്ന് സ്വിമ്മിംഗ് ചെയ്യാൻ പോയതാണോ? ഇല്ല മോളെ, ഞാനിവിടെ കുറച്ച് എന്റെ അമ്മേനെ നീ എല്ലായിടത്തും കൊണ്ടുപോകും, എന്നെ മാത്രം എവിടെയും കൊണ്ടുപോവില്ല. നിന്റെ അടുത്ത് നിന്നെ ഞാൻ കൊണ്ടുവരാന്നേ. ദാദാ ഇങ്ങോട്ട് നോക്കി. പിങ്കി പ്രോമിസ്, ഞാൻ നിന്നെ ഹെലികോപ്റ്ററിൽ കൂട്ടിക്കൊണ്ട് പോകും, പിന്നെ 5 സ്റ്റാർ ഹോട്ടലിലേക്കും കൊണ്ടുവരും. ഓക്കെ ഫ്രണ്ട്? നീ എന്താണ് അവളുടെ താളത്തിനൊത്ത് തുള്ളുവാണോ? മിണ്ടാരി. ഓക്കെ അല്ലേ ഫ്രണ്ട്? ഉറപ്പാ? പക്ക. മോളെ, ഇങ്ങനെ വാശി പിടിക്കാൻ പാടില്ല, പുറത്തേക്ക് കൊണ്ടുവരാനും പറ്റില്ല, അത് ഓർത്തോ നീ. എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു. എന്നോട് 2 ആണോ? അല്ലല്ലല്ല, സേ. ഗുഡ് ഗേൾ. ബൈ. ബൈ. നായിക്കണ്ണ്, നരിക്കണ്ണ്, ആ കണ്ണ്, ഈ കണ്ണ്, ടീച്ചറുടെ കണ്ണ്, എന്റെ കണ്ണ്, നാട്ടുകാരുടെ കണ്ണ്, ഏത് കണ്ണും എന്റെ കൊച്ചു രാജകുമാരിയുടെ മേല് പതിയരുതല്ലോ. മുത്തശ്ശി, ഞാൻ സംസാരിച്ചത് സീതമ്മേനെ കുറിച്ചാ. സീതമ്മയ്ക്കും ദൃഷ്ടി വെക്ക്. ആയിക്കോട്ടെ, വൈകുന്നേരം നിന്റെ അമ്മ വരൂലോ, അപ്പൊ അവൾക്കും കൊടുക്കാം. ഇപ്പൊ ഇതിലേക്ക് 3 വട്ടം ഫൂ 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 എന്ന് പറ. തൂ തൂ തൂ. സിഹി സിഹി, നീ കളിക്കാൻ വരുന്നുണ്ടോ? എനിക്ക് ഹോംവർക്ക് ഉണ്ട് മോനെ. സാരമില്ല, പോട്ടെ. കളിക്കേണ്ട സമയത്തേ കളിച്ചല്ലേ പറ്റൂ. ഹോംവർക്ക് ചെയ്യാനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന്. ഇപ്പൊ പോയി കളിച്ചോ. പാവം, നമ്മുടെ സിഹിമോള് എത്ര നല്ലതാ. ഇവളെ നോക്കാനുള്ള കരുണെങ്കിലും ദൈവത്തിന് കാണിച്ചൂടെ? ഞങ്ങളുടെ സീതയുടെ കഷ്ടം വേഗം തീർക്കണേ ദൈവമേ. ഓ ഭാർഗവി, ഒരുപക്ഷെ നീ വിചാരിച്ചതെല്ലാം നടന്നിരുന്നുവെങ്കിൽ നിനക്ക് സന്തോഷായനെ. പാവം, ഇപ്പൊ നോക്ക്, മുഖത്തൊരു ചിരി പോലും ഇല്ല. ഞാനിനി കാറിൽ കയറിയ നിനക്ക് ദേഷ്യാകുമെന്നറിയില്ല. അപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ച് ബാക്കടിച്ച് നിൽക്കായിരുന്നു. അതാ നമ്മൾ വന്നപ്പോ ഒരുമിച്ചല്ലേ വന്നത്. തിരിച്ചു പോകുമ്പോ ഇനി വെവ്വേറെ പോയിട്ട് അച്ഛനെ വെറുതെ സംശയമാക്കാൻ നിൽക്കണ്ട, വണ്ടി എടുക്കാൻ നോക്ക. ഭാർഗവി, കാർ എടുക്കണമെന്ന് നിന്റെ വാഗോണ്ട് തന്നെ ഒന്ന് പറഞ്ഞല്ലോ. എന്തോ ഒരു തരം സമാധാനം തോന്നുന്നു. നിന്റെ കൂടെ ഇരിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, ഈ സീറ്റിലിരുന്ന് നിന്നെ എന്റെ ഡ്രൈവറാക്കി എന്റെ ലെവലിൽ ഞാൻ കാത്തു സൂക്ഷിക്കണ്ടേ? അല്ല ഭാർഗവി, നീ എന്താ എനിക്ക് ഡ്രൈവറിനേക്കാൾ കൂടുതൽ വില തരാൻ പോവാണോ? ഏയ് ഭാർഗവി, തമാശ അടി മോളെ. നോക്ക്, ആരുമില്ലാത്ത സമയം നോക്കിയെങ്കിലും ഒന്ന് ചിരിക്കാൻ നോക്ക്, ആരോഗ്യത്തിന് നല്ലതാ. ഇപ്പോ എങ്ങനെ ഇതിന്റെ കണക്ക്? ഓക്കെ ആണെന്നാണോ അതോ അല്ലയോ? എന്ന് വെച്ചാ ഇന്ന് ആകസ്മികമായിട്ട് കണ്ടല്ലോ നിന്റെ ഫ്രണ്ടിനെ. അവര് ഇനിയും വീട്ടിലേക്ക് വരുമോ? ഇനി ഒരു ഇന്നിങ്സ് എല്ലാം അല്ല, ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോന്ന്? അല്ല, ആരുടെ സപ്പോർട്ട് ഇല്ലാത്ത സ്റ്റാർട്ടപ്പ്, 1 BHK ഹൗസ്, വാ, നല്ല കിടിലൻ ട്രെയിനിങ് ആയിരുന്നു. സൂപ്പർ. എന്താ ഭാർഗവി നീ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ എന്തെങ്കിലും വേണ്ടാത്ത പറഞ്ഞതാണോ? ഇത് നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലായി കാണുമല്ലോ. എന്റെ കെട്ടിയോളെ, ഞാൻ മനസ്സിലാക്കിയ പോലെ വേറെ ആര് മനസ്സിലാക്കുന്ന? എന്നാലും പാവം, ഇനി നീ എത്ര ബോളി ചെയ്താലും അഥവാ ഇനി നീ എത്ര എഫേർട്ട് എടുത്താലും റാമതിൽ റിയാക്ട് ചെയ്യുന്നില്ലല്ലോ. അതെന്താ? റിയാക്ട് അല്ല, അവനൊരു പ്രതിജ്ഞ എടുത്തതല്ലേ. ഒരു കാലത്തും കല്യാണം കഴിക്കില്ലെന്ന പ്രതിജ്ഞ. ഞാൻ ഇനി ദേവലോകത്തെ അപ്സരസിനെ കൊണ്ട് കാണിച്ചു കൊടുത്താലും അവൻ സമ്മതിക്കില്ല. എന്താ ഭാർഗവി, നീ ഇത്രയേ ഉള്ളോ? ഭാർഗവിയുടെ പോരാട്ട കഥ ഇത്ര വേഗം കൈമടക്ക് സറണ്ടർ ആയോ? നൗ ഐ ആം സർപ്രൈസ്.
ഞാൻ കൊണ്ടുവന്ന 2 കുട്ടികളെ അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കുട്ടികളെ അവന് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, അവന് കല്യാണം കഴിക്കുന്നതിനോടുള്ള അനിഷ്ടം. സ്നേഹിച്ച് കല്യാണം കഴിക്കൂ എന്നുള്ള അവന്റെ വാശി. ആ വാശി നടത്തി കൊടുക്കണ്ടേ? റാം ഒരു വട്ടം കൂടി പ്രേമിച്ചു നോക്കണ്ടേ? അവനൊരു പ്രേമത്തിൽ പെടുത്തുന്നത് എനിക്കറിയാത്ത പണിയൊന്നുമല്ലല്ലോ. വീണ്ടുമോ? എന്നുവെച്ചാ ഇതിനു മുമ്പ് റാമിനെ പ്രേമിച്ചൊഴിവാക്കിയ പെൺകുട്ടിയെ ഇവള് തന്നെ തയ്യാറാക്കിയതാണെന്നാണോ? ഡ്രൈവർ, താൻ വണ്ടി എടുക്ക. ഇതെന്റെ വീട്, ഇത് നിന്റെ വീട്. ഇനി നമുക്ക് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കാൻ നോക്കാം. വേണ്ട വേണ്ട, നീ ആ ഭാഗത്തേക്കൂടെ വഴി ഉണ്ടാക്കി. എന്റെ കാർ അതിലെ പോവില്ല, ഞാൻ ഈ വഴി തന്നെ പൊക്കോളാം. ഞാൻ ഹെലികോപ്റ്റർ കയറി പൊക്കോളാം. നീ അന്നേ പോകുന്ന എന്നോട് പറഞ്ഞതാണല്ലോ, ഇതുവരെ നീ പോയില്ലേ? നിന്റെ അമ്മ നിന്നോട് കള്ളം പറഞ്ഞതാ, നിനക്ക് ഹെലികോപ്റ്റർ ഒന്നും കിട്ടില്ല. എന്റെ സീതമ്മ ഒരിക്കലും ആരോടും കള്ളം പറയില്ല. ഞാൻ എന്തായാലും ഹെലികോപ്റ്ററിൽ പോയിരിക്കും. എന്റെ ഫ്രണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോവല്ലോ. ഏത് ഫ്രണ്ട്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് റാം. RAM, റാം, R ക്യാപിറ്റൽ. അവനറിയോ നിനക്ക്? അതെ, വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ആളാണോ അത്? ഓ, എവിടെ അയാള് ജോലി ചെയ്യുന്നേ? സീതമ്മയുടെ ഓഫീസിൽ തന്നെ. എനിക്കറിയായിരുന്നടി ഇവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന്. ഇത് നോക്ക്, വായിന്ന് വീണല്ലോ. നിന്റെ അമ്മയും അയാളും ഒന്നിച്ചാണോ ജോലി ചെയ്യുന്നത്? അതിനാണോ അയാൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരുന്നത്? ആഹാ, എന്താവേശം! മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാൻ കാത്തിരിക്കുക. കുട്ടികളോട് എങ്ങനെ സംസാരിക്കണ്ടേന്ന് പോലും അറിയില്ല. ഓ, അവന് ഞാനെന്നാ ഭയങ്കര ഇഷ്ടാ. എനിക്കും അതെ, അവനെന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടാ. അവൻ എത്ര നല്ലവനാന്നറിയോ? കണ്ടില്ലേ, അയാൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വന്ന് ഓരോന്ന് ഇവൾക്ക് കൊടുക്കുന്നെന്തിനാ? ആരേലും ചോദിച്ച ഫ്രണ്ടാന്ന് പറയാനായിരിക്കും. ഇനി നമ്മളറിയാതെ എന്തൊക്കെ നടക്കുന്നുണ്ടോ എന്തോ. മോളെ, അയാൾ എന്തൊക്കെ കൊണ്ടുതരാറുണ്ട്? അയ്യോ, എന്തൊക്കെയാന്നറിയോ? എന്തും. സിഹി, വന്ന് പാല് കുടിക്കാൻ നോക്കുവാ. മുത്തശ്ശി, എനിക്കൊന്നും പാല് വേണ്ട, കളിച്ചാ മതി. നോക്ക്, സംസാരിച്ച് നിന്റെ വായ ഉണങ്ങി പോകും. നീ നന്നായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് എല്ലാവരും നിന്നോട് സംസാരിക്കാൻ നോക്കും. വാ, വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോ. ചെല്ലു മോളെ, മുത്തശ്ശി വിളിക്കുന്ന കേട്ടില്ലേ? മുത്തശ്ശി, ഞാൻ പിന്നെ കുടിച്ചോളാം, പ്ലീസ്. ശരി ശരി, നീ എപ്പോഴാണോ കുടിക്കുന്നത് അപ്പൊ കുടിച്ചാ മതി. ഞാനിവിടെ കാത്തിരിക്കാം. ശ്രേയസേ, നോക്കി കളിക്കണ മോനെ. ഒരു പെണ്ണൊറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് നടക്കാൻ നോക്കുക കുറെ ആൾക്കാര്. പാവം എന്റെ സീത എങ്ങനെ നേരിടുന്നോ എന്തോ. ഇനി ഞാൻ എന്നാ പൊക്കോട്ടെ? ഇല്ല ഇല്ല, നീ ആ വഴിക്ക് പൊക്കോ പ്ലീസ്. വന്ന കാര്യം നടന്നതുമില്ല, ഓഫീസിൽ കറക്റ്റ് സമയത്ത് എത്തുകയില്ല. ചരണ്ടി സർ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയൂ എന്തോ. ഇറ്റ്സ് ഓക്കെ, ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാനില്ലേ കൂടെ, ഒരുമിച്ചല്ലേ പോകുന്നത്. സമാധാനത്തിന് വാ, ആരും ഒന്നും പറയില്ല. അതെ അതെ, നീ ബോസിന്റെ കൂടെ ജോലി ചെയ്യുന്നതേ ഉള്ളൂ, പക്ഷെ നീ അല്ല ബോസ്. ദൈവമേ, ഇതിന്റെ പേര് ശമ്പളം കട്ടാവാതിരുന്നാ മതി. നീ എന്താ ഈ നോക്കി നിൽക്കുന്നത്? ഓട്ടോ പിടിക്ക്. ഓട്ടോ പിടിക്കാനോ? സാധാരണ ഓട്ടോ വിളിക്കാനല്ലേ പറയാ. ഓഹോ, ജോക്ക്. ക്യാഷ്. ഇവിടെ ഓട്ടോയൊന്നും കാണുന്നില്ലല്ലോ. ഇവിടുന്ന് കിട്ടില്ല, നീ നിന്റെ ഫോണിലൊന്ന് ട്രൈ ചെയ്യ്. ഫോണിലോ? എങ്ങനെയത്? ആപ്പ് നോക്കിയിട്ട് ബുക്ക് ചെയ്താ മതി. ആപ്പ് നോക്കി ബുക്ക് ചെയ്യണമെന്നോ? ഹാ, ദേ ഒരു ഓട്ടോ വരുന്നുണ്ട്, ഒന്ന് കൂകിയേ. എക്സ്ക്യൂസ് മീ, ഓട്ടോ ഓട്ടോ. എന്താ ഇത്? ഇത്രയും ഉറക്കെയൊക്കെ നീ കൂകുവോ?
എല്ലാവർക്കും ഡിസ്റ്റർബ് ആവില്ലേ? കുറച്ച് പതിയെ. ലൈഫിൽ ഇതുവരെ നീ ഓട്ടോ ഒന്നും വിളിച്ചിട്ടില്ലേ? ഓ, ഓരോ ഓട്ടോ 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 വാ വാ. ചേട്ടാ കുറച്ച് വേഗം പോയേ. കുഴപ്പമില്ല. അയ്യോ, പയ്യെ പോയാ മതി. സ്പീഡിൽ പോകുന്നത് എനിക്ക് ശരിക്കും പേടിയാ. ഹെലികോപ്റ്ററിൽ വലിയ ധൈര്യശാലിയായ ബാഹുബലിയെ പോലെ ഇരുന്നിട്ട് ഒരു ഓട്ടോയിൽ പോകാൻ പേടിയാണോ നിനക്ക്? എന്തോ കേരളം ഉണ്ടാക്കാൻ സ്ഥലം കൊടുത്ത പോലെ പെരുമാറ്റം. ഒന്ന് വേഗം പോ ചേട്ടാ, ഓഫീസിലേക്ക് സമയമാവും. അയ്യോ, എന്താ ഇത്? കുറച്ച് ഓവറാണ് കേട്ടോ. ഇതുവരെ ആരും ഈ വഴി ഓട്ടോയിന്ന് വീണ് പോയിട്ടില്ലേ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇത്രയധികം ഓപ്പൺ സ്പേസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അത്രക്ക് ഓപ്പൺ സ്പേസ് ഉണ്ടെങ്കിലേ ഒരു മതിൽ കെട്ടി അടച്ചാലോ സാറേ? അത് ഈ ചെറുപ്പം തൊട്ടേ ഈ മെറിഗോ റൗണ്ട്, പിന്നെ ഈ ജയന്റ് വീല്, ഇതൊക്കെ നോക്കി നിൽക്കാൻ തന്നെ എനിക്ക് പേടിയാ. നിന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ എന്റെ മോള് ഒരുപാട് ഭേദവാ. അതൊക്കെ പോട്ടെ, വീടിന്റെ കാര്യം എന്തായി? ബാങ്കുകാരനെ ഒന്ന് കാണാൻ പോയതാ, പക്ഷെ കഴിഞ്ഞില്ല. ലോൺ കുറച്ച് അധികമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന രാമൻ ഒരിക്കലും എന്നെ കൈവിടില്ല. യാ, ഞാൻ പറഞ്ഞതേ ഭഗവാൻ രാമനെ പറ്റിയാ, എന്റെ ശ്രീരാമനെ പറ്റി. ഓ ഗോഡ്. ഹാ, ദൈവം. ഒന്ന് വേഗം പോ ചേട്ടാ, ഓഫീസിലേക്ക് ലേറ്റ് ആവുന്നു.